കഴുതയുടെ കരിനാക്ക്. കൂട്ടുകാരെ, ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. കാട്ടിലെ രാജാവ് എന്നത് സിംഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളും സിംഹത്തിനെ ബഹുമാനിക്കും. ഏതൊരു മൃഗം സിംഹത്തിനെ കാണുവാൻ വന്നാലും അവര് പറയും സിംഹരാജാവ് വിജയിക്കട്ടെ. അതൊരു കുരങ്ങനാണെങ്കിലും അല്ലെങ്കിൽ കരടിയാണെങ്കിലും അങ്ങനെ ഏത് മൃഗങ്ങളാണെങ്കിലും ശരി. ഇങ്ങനെ വലിയ മൃഗങ്ങൾ പോലും സിംഹത്തിനെ ബഹുമാനിക്കുമ്പോൾ പിന്നെ മുയലുകളുടെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അങ്ങനെ സിംഹരാജാവിന്റെ ഭരണത്തിൽ എല്ലാം ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ കാട്ടിൽ ഒരു തെറ്റ് സംഭവിക്കുന്നു. അതായത് ആ കാട്ടിൽ താമസിക്കുന്ന കഴുതകളുടെ ഇടയ്ക്ക് എവിടുന്ന് ഒരു കഴുത വന്നെത്തുന്നു. അത് കരിനാക്കുള്ള കഴുതയായിരുന്നു. ഈ ന്യൂസ് ആ കാട് മുഴുവനും പരക്കുവാനും തുടങ്ങി. ആ കഴുതയുടെ കരിനാവ് കൊണ്ട് പറഞ്ഞാൽ എല്ലാം സംഭവിക്കുവാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ ആരും ആ കഴുതയുടെ അടുത്തേക്ക് പോവാറില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ കഴുതയ്ക്ക് അഹങ്കാരവും കൂടി. എന്താണെങ്കിലും കഴുത കഴുത തന്നെയല്ലേ. സിംഹമാണെങ്കിൽ കാട്ടിലെ രാജാവും. കാട്ടിലെ രീതി വെച്ച് നോക്കുമ്പോൾ ഈ കഴുതയും സിംഹത്തിന്റെ അടുത്ത് ചെന്ന് സിംഹരാജാവിനെ ബഹുമാനിക്കേണ്ടതാണ്. എന്നാൽ ആ കഴുതയോ സിംഹത്തിന് കാണാൻ പോയില്ല. അങ്ങനെ സിംഹവും കഴുതയെ വിളിപ്പിച്ചു. സിംഹം പറഞ്ഞതനുസരിച്ച് ഒരു കരടി ആ കഴുതയുടെ അടുത്തേക്ക് ഈ സന്ദേശം നൽകുവാൻ പോയി. മിസ്റ്റർ കഴുതേ, നിങ്ങളോട് ഈ കാടിന്റെ രാജാവ് വന്നൊന്നും മുഖം കാണിക്കാൻ പറഞ്ഞു. എന്താ? ഇത് ഈ കാടിന്റെ നിയമമാണ്. പുതിയതായിട്ട് ആര് ഈ കാട്ടിനകത്ത് പ്രവേശിച്ചാലും അയാൾ സിംഹരാജാവിനെ വന്ന് ബഹുമാനിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് തെറ്റാണ്. നീ സിംഹരാജാവിനെ വന്ന് മുഖം കാണിച്ചേ പറ്റൂ. എനിക്കൊന്നും വരാൻ വയ്യ. ചെന്ന് പറയടോ നിന്റെ സിംഹരാജാവിന്റെ അടുത്ത്. എനിക്ക് ബഹുമാനിക്കാനൊന്നും അറിയില്ല. വേണമെങ്കിൽ 2 തോഴി തരാമെന്ന് പറ. ഒരുപാട് അഹങ്കരിക്കരുത് മിസ്റ്റർ കഴുതേ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ കഴുത്ത് പിടിച്ച് കടിച്ചു കളയും ഞാൻ. മനസ്സിലായോ? ആദ്യം നീ നിന്നെ ശ്രദ്ധിക്കാൻ നോക്കടോ. ഇല്ലെങ്കിൽ മരത്തിൽ നിന്ന് ചില്ലകൾ വീണ് നിന്റെ കൈയും കാലും പൊട്ടും കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രാജാവിന്റെ ഒരു വിശ്വസ്ത ദൂതൻ വന്നിരിക്കുന്നു. കണ്ടില്ലേ, തലമണ്ട പൊട്ടിയോ നിന്റെ? ഇനി ആ കൈയും കാലും പൊട്ടുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. പിന്നെ നിന്റെ സിംഹരാജാവിനോട് ചെന്ന് പറ, ഞാൻ നിന്റെ രാജാവിനെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനോട് ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് വരാൻ പറ എന്ന് ഞാൻ പറഞ്ഞെന്ന് തന്നെ ചെന്ന് പറ. കരടി സിംഹരാജാവിനോട് ഇത് പറഞ്ഞപ്പോൾ സിംഹരാജാവിന് ദേഷ്യം വന്നു. മാത്രമല്ല തന്റെ സേനാധിപതിയായ കുരങ്ങിനെയും പിന്നെ കഴുതപ്പുലിയെയും അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് ആ കഴുത എത്രയും പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരാനും ആജ്ഞാപിച്ചു. ആ കഴുത എന്റെ മുൻപിൽ വന്നിരിക്കണം. രാജാവിന്റെ ആജ്ഞ നിറവേറ്റുവാൻ സേനാധിപതിയായ കുരങ്ങനും കഴുതപ്പുലിയും ആ കഴുതയുടെ അടുത്തേക്ക് ചെല്ലുകയുണ്ടായി. എന്നിട്ട് ആ കഴുതയെയും കൊണ്ട് സിംഹരാജാവിനടുത്തെത്തി. അഹങ്കാരിയായ കഴുതയോ സിംഹരാജാവിനെ കണ്ട് കാല് പൊക്കി കളിയാക്കുകയും ചെയ്തു. ഇങ്ങനെയാണോ ഒരു രാജാവിനെ ബഹുമാനിക്കേണ്ടത് കഴുതേ? നിനക്കൊരു രാജാവിനെ ബഹുമാനിക്കാൻ അറിയില്ലേ? ഇത് വളരെ തെറ്റാണ്. ഇത്രയ്ക്ക് അഹങ്കാരം ഒരിക്കലും പാടില്ല കഴുതേ. സിംഹരാജാവേ, ഞാൻ നിങ്ങളെ ഒരിക്കലും കളിയാക്കിയിട്ടില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുകയായിരുന്നു. നിന്റെ കാല് പൊക്കി കാണിച്ചുകൊണ്ടാണോ ഒരാളെ ബഹുമാനിക്കുന്നത്? ഇതാളെ കളിയാക്കുകയാണ്. എന്നെ നിങ്ങൾ പറഞ്ഞ ഞാനെന്ത് ചെയ്യാനാ? ഞാൻ നല്ലോണം തന്നെയാ ബഹുമാനിച്ചത്. ഞാൻ നിങ്ങളെ ഒരിക്കലും നാണം കെടുത്തിയിട്ടില്ല. എടോ കഴുത, നിനക്കൊരു ബഹുമാനവുമില്ല കേട്ടോ. നീ എന്നോട് കാണിച്ചതിന് ഞാനും നിനക്ക് ഇതുപോലെ ഉത്തരം തരൂ. മനസ്സിലായോ? നിന്നോടൊക്കെ ഇങ്ങനെ തന്നെ പെരുമാറണം. ആലോചിച്ച് സംസാരിക്കണേ രാജാവേ. എന്നെ വല്ലതും പറയാൻ നിന്നാലുണ്ടല്ലോ നിങ്ങളുടെ നാവ് മുറിയും. നോക്കിക്കോ. എന്റെ നാവല്ല മുറിയുക, നിന്റെ നാവാണ് ഞാനിപ്പോൾ പിഴുതെടുക്കാൻ പോകുന്നത്. നീ വേണമെങ്കിൽ കണ്ടോ, ഞാൻ ഈ കഴുതയ്ക്ക് ശിക്ഷ നൽകാൻ പോവുകയാണ്. സിംഹമഹാരാജൻ, ആ കഴുതയ്ക്ക് ശിക്ഷ നൽകുവാൻ ശ്രമിച്ചപ്പോൾ ശരിക്കും എന്റെ നാവ് മുറിഞ്ഞിരിക്കുന്നു. സിംഹരാജാവേ, ഞാനിത് കേട്ടിട്ടുണ്ട്. ഈ കഴുതയ്ക്ക് കരിനാക്കുണ്ടത്രേ. അവൻ എന്തു പറഞ്ഞാലും സംഭവിക്കും. ഇവൻ എന്നോട് പറഞ്ഞതാണത്. അവൻ പറഞ്ഞതുപോലെ മരത്തിന്റെ ശാഖകളും എന്റെ ദേഹത്തോട്ട് വന്ന് വീണു. ഞാൻ വല്ലാതെ പിടച്ചുപോയി രാജൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അവനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. എനിക്കെന്താണ് സംഭവിക്കുന്നത് ഞാൻ കാണട്ടെ. എടാ കഴുതപ്പോലെ, ആലോചിച്ച് സംസാരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നിന്റെ പല്ല് മുഴുവൻ താഴെ കിടക്കും. വലിയ വലിയ ആനകളെ പോലും നിസ്സാരമായി കഴിക്കുന്നവനാണ് ഈ ഞാൻ. എടോ കഴുതേ, നീയൊന്നും എനിക്ക് വലിയ സംഭവമേ അല്ല. എന്താ പറ്റിയത് കഴുതപ്പുലി? എന്റെ പല്ല് മുഴുവൻ പൊട്ടി രാജാവേ. അതെങ്ങനെയാണ് സംഭവിച്ചത് കഴുതപ്പുലി? നിന്റെ പല്ലുകൾക്ക് നല്ല ബലമുണ്ടല്ലോ. പിന്നെങ്ങനെയാ? ഒരു ആനയെ പോലും നിസ്സാരമായി കഴിക്കുന്നവനല്ലേ നീ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മഹാരാജനെ, ഈ കഴുതയ്ക്ക് കരിനാവുണ്ട്. ഇവൻ എന്തു പറഞ്ഞാലും അത് അതുപോലെ ഫലിക്കും രാജാവേ. അതുകൊണ്ടാണ് ഇവന്റെ അടുത്ത് ആരും തന്നെ വഴക്കിന് പോവാത്തത് രാജൻ.
ആരും വഴക്കിന് പോവില്ലായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ സിംഹമാണ്, ഈ കാടിന്റെ രാജാവ്. ഇന്ന് വരെ ആരും എന്നെ അപമാനിച്ചിട്ടില്ല. പക്ഷെ ഇവൻ എന്നെ അപമാനിച്ചു. അതുകൊണ്ട് ഇന്ന് ഇവനാണ് എന്റെ ഭക്ഷണം. ഇന്ന് എന്റെ വക നിങ്ങൾക്കെല്ലാവർക്കും കഴുത ഇറച്ചിയാണ്. ഉടൻ തന്നെ ഞാൻ ഇവനെ കടിച്ചു കൊല്ലുന്നതായിരിക്കും. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. ശ്രദ്ധിച്ചോണേ മഹാരാജാവേ, അവസാനം നിങ്ങളുടെ ഇറച്ചി തന്നെ ഇവിടെ എല്ലാവരും കഴിക്കുന്നത് പോലെയാവും. നീ എന്താണ് സംസാരിക്കുന്നത്? സിംഹരാജാവേ, നിങ്ങൾ ഒന്നും പറയണ്ട. മാറി നിൽക്ക്. ഞാൻ സിംഹമാണ്, കാടിന്റെ രാജാവ്. എന്താ പറ്റിയത് മഹാരാജാവേ? എന്റെ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയതാണ്. നിങ്ങൾ എന്താ എഴുന്നേറ്റ് നിൽക്കാത്തത്? എനിക്ക് തല കറങ്ങുന്നു. തലയിൽ നല്ല പരിക്കുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞതല്ലേ രാജാവേ, ഇവൻ എന്ത് പറഞ്ഞാലും അത് അതുപോലെ സംഭവിക്കുന്നുണ്ടെന്ന്. മറ്റൊന്നും ഞാൻ ഇവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഇവൻ ആരുടെയും മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ ശരിക്കും മരിച്ചുപോയി രാജാവേ. എന്ത്? വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും മരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കാണിക്കട്ടെ. പറയൂ രാജാവേ, എല്ലാവരും എന്ത് പറയുന്നു? വേണ്ടെങ്കിൽ എല്ലാവരും എന്നെ ബഹുമാനിക്കൂ. ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മരണം ഞാൻ എന്റെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ ഞാൻ സിംഹാസനത്തിൽ കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തോട്ടെ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞോളൂ. അല്ല, നീ മഹാരാജാവിന്റെ കസേരയിൽ എങ്ങനെയാണ് ഇരിക്കുക? അത് ശരി, അപ്പൊ നിനക്കിതിൽ പ്രശ്നമുണ്ടല്ലേ? എടാ കൊരങ്ങ, നിനക്ക് ഈ പ്രശ്നം ഉള്ളത് വരെ നീ മലക്കുത്തം മറിഞ്ഞുകൊണ്ടേ നിക്കേ. നീ വേണേ കണ്ടോ. വേണ്ട വേണ്ട, നിർത്ത്, വേണ്ട. എന്നോട് ക്ഷമിക്കേ, എനിക്ക് ഒരു വിരോധവും ഇല്ല. ദയവേത് നിർത്ത്. നിന്റെ പ്രശ്നം എപ്പോ അവസാനിക്കുന്നു അപ്പൊ ഇതും നിൽക്കും. ഇനി ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും എന്നെ ഒന്ന് ബഹുമാനിക്കൂ. സിംഹരാജാവേ, നിങ്ങൾ കഴുത പാർട്ടി കൊടുക്കാനിരിക്കുവായിരുന്നില്ലേ? ഇനി ഈ കഴുതയ്ക്ക് പാർട്ടി തരൂ. ചെല്ലേ, എന്നിട്ട് വേഗം കൊണ്ടുവരൂ നല്ല പച്ച കളറുള്ള നല്ല വിറ്റാമിൻ അടങ്ങിയ പുല്ലുകൾ. എനിക്കതൊക്കെ വയറ് നിറച്ച് കഴിക്കണം. ചെന്ന് കൊണ്ടുവരുന്നോ അതോ ഞാൻ വല്ലതും പറയണോ? ആ കഴുത ഇത് പറഞ്ഞ ഉടൻ സിംഹരാജാവടക്കം എല്ലാവരും അവിടെ നിന്നും പോയി. കാരണം എല്ലാവർക്കും അവരവരുടെ ജീവനിൽ കൊതിയുണ്ട്. ആ കഴുത പറഞ്ഞതനുസരിച്ച് ആ കഴുതയ്ക്ക് കഴിക്കുവാനുള്ള പുല്ലുകളുമായി എല്ലാ മൃഗങ്ങളും കഴുതയുടെ മുൻപിൽ എത്തിച്ചേർന്നു. എന്നിട്ടത് കഴുതയ്ക്ക് കൊടുത്തു. കഴുതയും വയറ് നിറച്ചത് കഴിക്കുകയും ചെയ്തു. അങ്ങനെ സിംഹരാജാവിന്റെ ഭരണത്തിൽ നിന്നും കഴുതരാജയുടെ ഭരണത്തിലേക്ക് എത്തി. എന്ന് വെച്ചാൽ കഴുതരാജാവ്. മറ്റു മൃഗങ്ങളെല്ലാവരും അതിനെ ബഹുമാനിച്ചു തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ മൃഗങ്ങളും കുഴഞ്ഞു. അവരുടെ കൈവശം യാതൊരു പോംവഴി ഇല്ലതാനും. അങ്ങനെ എല്ലാ മൃഗങ്ങളും കഴുതയെ അനുസരിക്കുവാൻ തുടങ്ങി. ഇങ്ങനെയുള്ളപ്പോഴായിരുന്നു ആ ചെന്നായ വീണ്ടും കാട്ടിലേക്ക് എത്തുന്നത്. രാജഭരണം മാറി കഴുതഭരണം നടക്കുന്നു എന്നറിഞ്ഞ ചെന്നായ സിംഹരാജാവിനോടും മറ്റുള്ള മൃഗങ്ങളോടും പറഞ്ഞു, ഞാൻ ഇതിന് വല്ല പോംവഴിയും ആലോചിക്കട്ടെ എന്ന്. ഇത് കേട്ട എല്ലാ മൃഗങ്ങളും ഒരുപാട് സന്തോഷിതരായി. അങ്ങനെ കഴുത ഭരണത്തിൽ നിന്നും കാടിനെ രക്ഷിക്കുവാൻ ചെന്നായ ചിന്തിക്കുവാൻ തുടങ്ങി. ആ ചെന്നായ എവിടെ നിന്നോ ഒരു ഓലച്ചുവടിയും കടിച്ചു കൊണ്ടുവന്ന് ആ കഴുത ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടിലെ രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. സിംഹരാജാവ് വിജയിക്കട്ടെ, സിംഹരാജാവ് വിജയിക്കട്ടെ. അല്ല, നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ സിംഹരാജാവ് എവിടെ? ഞാനാണിപ്പോൾ ഇവിടെയുള്ള രാജാവ്. നിനക്ക് എന്താണ് വേണ്ടത്? പറഞ്ഞോളൂ. ഒന്നുമില്ല, മഹാരാജാവ് വായിച്ചു മനസ്സിലാക്കാൻ ഞാനൊരു പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അങ്ങേക്കാണെങ്കിൽ വായിക്കാനും അറിയില്ലല്ലോ. അങ്ങ് വെറും ഒരു കഴുതയല്ലേ. എന്താണ് പറയുന്നത് നീ? ഞാൻ ഈ കാടിന്റെ മഹാരാജാവാണ്, മനസ്സിലായോ? ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാനത് ഉടൻ തന്നെ വായിച്ചു കാണിച്ചു തരാം. ഞാൻ എന്നെ കുറിച്ച് പറയുകയാണ്. 2 തടിയന്മാർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ എടുത്തിട്ടിടിച്ച് ചമ്മന്തിയാക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇവിടെയുള്ള മൃഗങ്ങളെ കുറിച്ച് തെറ്റുകളൊന്നും പറയാനും പാടില്ല. ബുദ്ധിയുള്ള ചെന്നായേ, നീ ശരിക്കും ബുദ്ധിയുള്ളവൻ തന്നെ.
പക്ഷേ എന്റെ സംശയം ഒന്ന് മാറ്റിത്തരൂ. നീ കൊണ്ടുവന്ന ഈ എഴുത്ത് എവിടുന്ന് കിട്ടിയതാണ്? ഈ പരാതി ഞാൻ തന്നെയാണ് എഴുതിയത് മഹാരാജൻ. ഞാൻ കരുതി ആ കഴുത എന്തു പറഞ്ഞാലും സത്യമായി സംഭവിക്കുന്നു. അതുകൊണ്ട് അവന്റെ വായ്കൊണ്ട് തന്നെ തെറ്റായി പറയിക്കാമെന്ന് കരുതി. അതുകൊണ്ട് ഞാൻ ഈ പരാതി തയ്യാറാക്കിയത്. കണ്ടില്ലേ കൂട്ടുകാരെ, ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരു കഴുതയിൽ നിന്നും ഒരു കാടിനെ തന്നെയാണ് ആ ചെന്നായ രക്ഷിച്ചത്. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. വീണ്ടും അവിടെ സിംഹരാജാവിന്റെ ഭരണവും വന്നു. എല്ലാ മൃഗങ്ങൾക്കും സമാധാനവുമായി. കുട്ടികളെ, എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ അപകടത്തിൽ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള വഴിയും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബുദ്ധി എപ്പോഴും പ്രയോഗിച്ചുകൊണ്ടേയിരിക്കണം.